ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അവളെ കാണാൻ പോകാനായിട്ട് നിൽക്കായിരുന്നേ. ഒരുപാട് സന്തോഷത്തോടെ കാണാൻ പോകണമെന്ന് വിചാരിച്ച് നിൽക്കണം. അവിടെ നിന്ന് അവളുടെ അടുത്ത് ഞങ്ങൾക്കൊന്നൊരു കോൾ എന്താണെന്നറിയോ, അവളുടെ അമ്മായിയുടെ മോളിനെ സ്വന്തം ഹസ്ബൻഡ് വെട്ടിക്കൊലപ്പെടുത്തി. അവളുടെ ബർത്ത്ഡേന്റെ ദിവസം എന്ന് പറയുന്നത് അവളുടെ അമ്മായിയുടെ മോളുടെ മരണ ദിവസമായി എന്നുള്ളതായിരുന്നു. കാരണം കേട്ടപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, അയാൾക്ക് ഡ്രഗ്സ് വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാൻ ഓള് വിസമ്മതിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അവൾ വിസമ്മതിച്ചത്, അവൾക്ക് ഡിവോഴ്സിന്റെ കാര്യം വീട്ടിൽ വന്ന് പറയാറുന്നില്ലേ, ഇത്രയും സഹിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പൊ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാര് ഡിവോഴ്സായി വരുന്നത് ഒരു കുറച്ചിലായി കാണും. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര മോട്ടിവേഷൻ കൊടുത്താലും ഡിവോഴ്സായി വരുന്നത് ഒരു കുറച്ചിലായി കാണുന്ന വീട്ടുകാരുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ സിറ്റുവേഷൻ ബേസ്, അതായത് ഒരാളുടെ ജീവിതത്തിൽ ഡിവോഴ്സ് ആണ് ശരി എന്നുണ്ടെങ്കിൽ അയാൾ അത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. അയാൾ ഡിവോഴ്സ് ചെയ്യുന്നത് കണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആവാതിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരാൾ സഹിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ഇൻസ്പയർഡ് ആവരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ശരി അത് പിക്ക് ചെയ്യുക. സഹിച്ച് പിടിച്ച് തല്ലുകൊണ്ട് ചാവാൻ നിൽക്കരുത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എസ്കേപ്പ് അടിക്കുക. അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് ബന്ധം വേർപെടുത്തി പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.